പിന്നെ രാവിലെ എണീറ്റ് വന്നേ? എനിക്ക് പോകണ്ടേ? നമുക്ക് പോകണ്ട. ഇത് പാവം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം 3 ആഴ്ച ആയില്ലേ? 2 കഴിഞ്ഞാൽ 3. പിന്നെ ചേട്ടായിക്ക് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വെച്ചു. ഉണക്കത്തേങ്ങ ഞാനേ മുളക് ചുട്ട് പറഞ്ഞ ഇച്ചിരി കരിഞ്ഞു പോയി. അറിയത്തില്ല, ഞാൻ ചമ്മന്തി അങ്ങനെ അരച്ചിട്ടില്ല. എല്ലാവരും ചോദിക്കും ചമ്മന്തി പോലും അരയ്ക്കാറിയത്തില്ല. ചമ്മന്തി അരയ്ക്കണമെങ്കിലും അറിയണം. ഇതിന് പ്രശ്നമുണ്ടോ? എന്തിനും പ്രശ്നമുണ്ടോ? കുഴപ്പമുണ്ടോ? അതിങ്ങനെ കിട്ടുന്നേ ഉള്ളൂ. ക്യാമറ ഇതല്ലേ എടുക്കണേ? ഫോൺ എടുത്തല്ലോ അല്ലേ? എന്ന് കറക്റ്റ് സമയത്ത് വരുന്ന ആളല്ലേ. പോട്ടെ, ക്ഷമിക്ക്. എന്നാലും വണ്ടി വന്ന് കിടക്കുന്നു പറയുമ്പോ കൊറേ ആയി കണ്ടിട്ട്. ഞാനവിടെ അല്ല, അക്ക ഇങ്ങോട്ട് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞോണ്ട് ഞാൻ അവിടെ കുറെ നേരം നോക്കിയിട്ട് വന്നില്ല. ഇത് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പോയി. സിംബ ഉണ്ടായിരുന്നേ. അടച്ചോളാം. കഴിഞ്ഞ പ്രാവശ്യം വേസ്റ്റ് 2 മാസമായിട്ട് അവർ വന്നിട്ടില്ലായിരുന്നു. 1 മാസം വന്നില്ല. അപ്പം ആ സൈഡ് അതിനകത്തെല്ലാം വെള്ളം കയറി. പിന്നെ ബേസ് ബോർഡ് എങ്ങാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരെല്ലാം എടുത്ത് വെച്ചായിരിക്കും, ഷാമ്പുവേ വല്ലോ. ബേസ് ബോർഡ് ഉണ്ടായിരുന്നു. അത് ബീൻസ് ഒക്കെ നട്ടിട്ടുണ്ടായോ? ഇങ്ങനെയാണ് നല്ല രസമുണ്ട് കേട്ടോ. ആ ചട്ടിയുടെ കളറും ഒക്കെ. മഴയുണ്ടെന്ന് തോന്നുന്നു. പഴം നിന്നിട്ട് തൊലി വലിച്ചെറിയുന്നതാണ്. നിങ്ങൾ കഴിക്കുമോ? ഇല്ലല്ലോ. കഴിക്കോ? ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? കോഴിക്കുഞ്ഞിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നു. ഇപ്പം അങ്ങോട്ട് എന്ത് കീരിയാണോ? ഇന്നലെ ഞാൻ നോക്കുമ്പോഴേ ഞാനിവിടെ നിൽക്കുമ്പോൾ കീരി അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്. മുഖത്തോട് നോക്കുന്നു, പുള്ളി തിരിച്ചു പോകുന്നു. പക്ഷെ എന്താണെന്ന് ആലോചിക്കപ്പോൾ ഞാൻ കഴിക്കാൻ പോവല്ല. മോന് കഴിച്ചതാണല്ലോ. അതിൻ്റെ ആണല്ലോ അവിടെ മൊത്തം ചോറ് കിടന്നേ. ഡാ കുറച്ചു നേരം ഡീ നിർത്തി വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നേ ഇങ്ങോട്ടാ. എവിടെ ഇരുന്നോട്ടെ? കുളിക്കണ്ടേ? വേണ്ടേ? പിന്നെ മര്യാദയ്ക്ക് വന്നോണം. കുളിക്കണം. പിന്നെ കുളിക്കാതെ പറ്റുമോ? നീ പറയട്ടാ.
പട്ടിക്കുഞ്ഞെന്നാണ് കുറയ്ക്കുന്നത്. പുതിയ ബാഗ് എടുത്തോ? നിനക്ക് കഴിഞ്ഞ വർഷത്തെ ബാഗ് ഇരിപ്പുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല ഇരിപ്പുണ്ടല്ലോ. ബ്ലൂ കളറിലെ ബാഗ് ഇരിപ്പുണ്ടല്ലോ. ഇല്ല. പിന്നെ എന്നാത്തിന് എപ്പോഴും ബാഗ്? ചേമ ബാഗ്, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് എല്ലാം. ടിഫിൻ ബോക്സ് ഇല്ല. മാന്തുവോ? എടി എന്നെ മാന്തൂന്ന് പറഞ്ഞടി. എടി എന്നെ മാന്തൂന്ന്. ഏത് ബാഗ്? സ്കൂള് തുറക്കട്ടെ ആദ്യം. പുതിയ ബാഗ് എന്നത്തിനാ? കഴിഞ്ഞ വർഷത്തെ ബാഗിന് ഒരു കുഴപ്പമില്ല. എന്തിന്? എവിടുന്ന്? ഞാൻ മുണ്ടക്കാൻ പോയോ? ആ എന്നെങ്കി വാ. അത് വേറൊന്നുമില്ല. ഇല്ല. അവിടെ അതൊക്കെ പച്ചക്കറിയൊക്കെ അല്ലേ? ഹോയ്, അയ്യോ ഞാൻ പൊട്ടിക്കാൻ, എനിക്ക് അതെന്താ സംഭവം എന്നറിയത്തില്ലല്ലോ. നീ വിളിച്ച് പറഞ്ഞല്ലേ ഇപ്പം കൊറിയർ വരുമെന്ന്. ഞാനവിടെ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ നീ വല്ലോ സംഭവങ്ങൾ ഓർഡർ ചെയ്തതാണ്. ഞാൻ നോക്ക തുണിയാന്ന് മനസ്സിലായി. എന്നാലും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ എന്തായിരിക്കും. അപ്പം അതിനകത്ത് നോക്കുമ്പോൾ ഡ്രസ്സ് ഉണ്ടപ്പോൾ ഞാൻ ഓർത്ത് നിനക്കുള്ള ടോപ്പായിരിക്കും പൊട്ടി. ഇങ്ങനെ കണ്ടപ്പം ഞാൻ പിന്നെ അതിനകത്തൊന്ന് എടുത്ത് നോക്കിയപ്പോഴേ വലുപ്പം കണ്ടോ, അന്നേരമല്ല എനിക്ക് മനസ്സിലായി എൻ്റെയാന്ന്, എനിക്കുള്ളതാണെന്ന്. ഡെലുലുവിന് ഇതല്ല, ഈ കളറാണോ? ഇതല്ല, മറ്റേ ലാവൻഡർ. അല്ലല്ലോ നീ ഓർഡർ ചെയ്തപ്പോഴാണ് വൈറ്റ് ലാവൻഡർ കിട്ടാത്ത. അയ്യോ എനിക്ക് വയ്യ. കൊള്ളാം. അന്ന് നിവൃത്തി കടിച്ചേ. അടിപൊളിയാ. വൈറ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. ഇച്ചിരി കുറയ്ക്കണം. ലൈറ്റ് വേണം പറഞ്ഞേ. മഴ പെയ്യുമല്ലേ? ചിക്കന് വരാലേ. ആ ശാമ്പോ നിന്റെ ചെരുപ്പ് നനയെ നമ്മളിരുന്നേ. ഇങ്ങ വന്ന ഇങ്ങ വാ. അവിടെ വേണ്ട, അതെ ഇവിടെ ഈ ഫ്രിഡ്ജ് വെട്ടിക്കകത്ത്. സാരമില്ല, പിള്ളേരൊക്കെ മഴയൊക്കെ നനഞ്ഞ് വേണം വളരാൻ. നീ മഴയൊക്കെ നനഞ്ഞാണല്ലോ വളർന്നേ. ആണല്ലോ, അപ്പം മഴ നനച്ചാൽ അങ്ങനെ പനിയൊന്നും പിടിക്കാതെ നിനക്ക്. നിന്റെ അപ്പ അങ്ങനെയാ നിന്നെ വളർത്തിയത്, ഞാനല്ല. നിങ്ങൾ നാരായണി അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. ആര്? നിനക്ക് അടുത്തായിട്ട് തന്നെ അവിടെ പോകും. വെച്ചോ. വെക്കാം. ആ ഇപ്പൊ 2 പേര് വരും. നിന്നെ തിരക്കി വരുന്ന ബാ. എന്തേ വന്നോണ്ടിരിക്കുക ഓട്ടോയ്ക്ക്. പേര് പറയത്തില്ല, കണ്ടിട്ട് മനസ്സിലാക്കാൻ മതി. സർപ്രൈസ് ആണ്. ശ്യാമളമ്മ പോയതല്ലേ ഉള്ളൂ. ജയചാച്ചി ഇതെന്തു പടി? എവിടുന്നേ? അല്ലടാ നിക്ക് അവിടെ നിന്നേ. ആര്? അയ്യോ പട്ടിക്കൊക്കെ ഇപ്പൊ നീ പറയുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര ജാടയാ. അവിടെ ഇരുന്ന് അവിടെ നിന്ന് മഴയല്ലേ? സോമൻ ചിറ്റപ്പനോ? അല്ല അവിടത്തെ എടി എവിടെ മോഹം തുടച്ചെടി. അവിടെ ഉടുപ്പത്തന്നെ തേച്ച് വെച്ചിരുന്നല്ലോ. നീ എന്നാ ഒരു സാധനമാടി ഇവേ. നിനക്കന്നെ ഒരു വാലുണ്ടല്ലോ പുറയില്. തലക്കൊഴി എന്നാ ജാടാ. ഇപ്പൊ രാജാവോ രാജ്ഞി പേര് കണ്ടിട്ട് പറഞ്ഞാ മതി ആരാന്ന്. താത്തിട്ടടി.
നീ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആരെന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്? നീ പറ. നീ എനിക്കറിയില്ല. അറിയത്തില്ല. പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ പേരാ. നമുക്ക് ഒത്തിരി കൂട്ടാണ്. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യ്. നീ മിണ്ടായിരിക്കും. ആ മീരയാണെങ്കിലും അതിരാണേലും ആതിരല്ലേ? ആതിരേ വല്ല കമ്പിട്ടോണ്ട് പാട്ട് പോലും പാടത്തില്ല. വരുന്നുണ്ടോ? പോടെ. വേണ്ട വേണ്ട, എൻ്റെ പൊന്നെ അവിടെ ഇരുന്നോ. നനയും. അല്ല കുഞ്ഞേ, ഗസ് ചെയ്യ. ആരാന്ന് ഗസ് ചെയ്യ? ഗസ് ചെയ്യ ആരാന്ന്. വണ്ടി വരുമ്പോ അങ്ങോട്ട് പോയേക്കല്ലോ. ഇവിടെ തന്നെ ഇരുന്നാ മതി. ഇവിടെ വാ. ഇവിടെ തന്നെ അനങ്ങിക്കോ ഇടയ്ക്കൊക്കെ. നീ എടുക്കൂ. എടുത്തോ. ചേച്ചി, അമ്മ, നാരായണ ചേച്ചി, സുന്ദരി മോക്ക താങ്ക് യു. ഇതാണ് ഞങ്ങളുടെ പൊന്നു. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന ഞങ്ങളുടെ പൊന്നു. പണ്ട് നമുക്ക് വ്ളോഗ് ഇല്ലാത്തതുകൊണ്ട് പൊന്നു വന്നോ നിന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. അതിന് നമ്മള് കൊറോണ കഴിഞ്ഞിട്ടാണ്. അതിന് മുന്നെയോ? അതിന് മുന്നേ നീ ഇവിടെ വന്ന ശരിയാ. അതെ, വന്നു 2 തവണ. 2 ഒരു തവണ കാക്കമ്മ ഉള്ളപ്പോ. അല്ല, കാക്കമ്മ ഉള്ളപ്പോ വന്നായിരുന്നു. കാക്കമ്മ ഉണ്ടത്. അവിടെ വന്നിട്ടുണ്ട്. ചിറ്റടി വന്നിട്ടുണ്ട്. കൊടുത്തേക്കാം 15.
തിയേറ്ററിലുണ്ട്. നല്ല കാറ്റാണ് കേട്ടോ. കാറ്റുണ്ട്. എന്താ റിമോട്ടൊക്കെ എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ. ഏത് നേരം പാട്ട് വെച്ചോണ്ട് കാറ്റ് കണ്ടോ? ഞങ്ങൾ ഇറക്കി വിടും നിന്നെ. പൊറോട്ട ഞാൻ വെച്ചുതരാം. മഴക്കൊ കാറ്റ് കണ്ടോ നീയാ? അതങ്ങനെ അവിടെ കൊണ്ട് സോറി ഞാൻ പറഞ്ഞോട്ടെ വെക്കമേ അമ്മ വെക്ക നടക്കട്ടെ. മഴ, നല്ല മഴ. എത്ര നാളെ കേട്ടിട്ട് നിങ്ങൾ എവിടെയാ? വീടിനകത്ത്
അങ്ങനെ ഇറങ്ങാനോ? അങ്ങനെ ഇറങ്ങും. എൻ്റെ ഹെയറൊക്കെ ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. ലൈറ്റ് ഇട്, ഇതും കൂടെ. ഉണ്ടോ? നോക്കട്ടെ. वो टच है അല്ല ഡി ജെ ഇവിടെ ലൈറ്റ് വന്നത്
കറണ്ടിന്റെ വലിയ ബോക്സ് വെച്ചില്ലേ അതെല്ലാം അതിനകത്ത് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജ്യൂസിന്റെ പെണ്ണൽ കൊണ്ടുവന്നിട്ട് കാഞ്ഞിരപ്പള്ളി ഉണ്ടാക്കാത്തിനുള്ള രാത്രിയുണ്ട്, പ്രൈവറ്റ്, പിന്നെ KSRTC ഉണ്ട് രാത്രിയൊക്കെ. രക്തം കുറവാണ്. കർണാടകയ്ക്ക് പോകാൻ നിൽക്കുമോ അല്ലേ? അവിടെ എന്നാ എവിടെയാ? അവിടെ 1500 മരം എടുത്തിട്ടുണ്ട്. അവിടെ ഒട്ടിക്കാൻ പോവാം. പെങ്ങന്മാരുടെ കാണാം. അല്ല 28 കാണാം. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ അതേപോലെ പേര് വേണം. കാഞ്ഞിരപ്പള്ളി നമ്മൾ പണിതുകൊണ്ടിരുന്ന ഒരു വീടിൻ്റെ കയറിത്താമസമായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തേ. കുട്ടിക്കാനത്തായിരുന്നല്ലോ ഇന്ന് വർക്ക്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ കാഞ്ഞിരപ്പള്ളിക്ക് പോയി. ഇതിലെ കൂടെ പാസ് ചെയ്ത സമയത്ത് ഭയങ്കര മഴ എന്ന് വെച്ചാൽ കൊടും മഴയായിരുന്നു മുണ്ടക്കയത്ത്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞ്, അന്നേരം നല്ല മഴയായിരുന്നു. ആ സമയത്താണ് നമ്മളിതിലെ പാസ് ചെയ്ത് പോയത്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി പോയി കയറി താമസം ഉണ്ടായിരുന്ന വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ്. നിനക്ക് ഉറങ്ങാറായില്ലേ അടി? വാങ്ങാൻ പറ്റുമോ? അതിനാ പിടിയാണോ ഒറ്റയ്ക്ക് കിടക്കാൻ?
കുഞ്ഞമ്മേ മോളും എന്ത് ചെയ്യും? ആ 1 മണി 2 മണി നേരത്തെ കിടന്ന് ഉറങ്ങുന്നതൊക്കെ ഇപ്പോൾ എന്നത്തിനിരുന്നാ കുത്തി. നിനക്ക് കിടന്ന് ഉറങ്ങത്തില്ലേ? നിങ്ങളിപ്പോൾ 8 മണിക്ക് കിടന്ന് ഉറങ്ങുന്നില്ല. സാധനമാണത്. എവിടെ പോയതാ? എന്നാ എല്ലാവരും കൂടെ ഞാനത് അപ്പച്ചി എന്താ മേടിച്ച? ഒന്നും മേടിച്ചു. ഓ അവിടെ കപ്പ ബിരിയാണി. മനസ്സിലായില്ലേ? അപ്പച്ചി കുഞ്ഞമ്മ ഉറങ്ങി. ഉറങ്ങിയോ? നീ ഇപ്പോൾ എഴുന്നേപ്പിച്ചോണ്ട് വന്നാണോ? ഇപ്പൊ ഉറങ്ങിയതേ ശ്യാമളെ പോലാണെന്നോ വിചാരിച്ചോ? ശ്യാമള ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. സീരിയം കൊണ്ട് ശ്യാമളമ്മ ഇല്ലല്ലോ, അതിന് പോയില്ലേ? പോയില്ലേ? എന്തേടി അതിന് ഞങ്ങൾ ഇവിടെ പണിയുന്നുണ്ടോ? നീ എന്തിനറിയുന്നതൊക്കെ? ദേവി വന്നപ്പോ അങ്ങനായിരുന്നു. ദേവി വന്നപ്പോ ദേവി ഇറങ്ങി ഓടുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ആ വരാന്ന് പറ. അങ്ങോട്ട് വരാം.